മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മരിയം മിസ്ബാ മിനിസ്ട്രിയിലെ ശുശ്രൂഷകരെ, ധ്യാനം കൂടിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഒത്തിരിയേറെ കാത്തിരുന്ന യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ ക്രിസ്മസ് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നിങ്ങൾക്കേവർക്കും ആശംസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം മനുഷ്യവർഗത്തോട് കാണിച്ച അതിരിട്ട കരുണാർദ്ര സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. യോഹന്നാൻ ശ്ലീഹ പറയും, 1 യോഹന്നാൻ 4:10 പറയും, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വപുത്രൻ നൽകുകയും ചെയ്തു എന്നതിലാണ് ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നത്. ദൈവത്തെ മനുഷ്യൻ സ്നേഹിക്കുന്നു എന്നതല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്നതിലാണ് ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സ്വന്തം ആത്മാവിനെ നമ്മളിലേക്ക് നിവേശിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ജീവൻ നൽകിയത്. എല്ലാ സൃഷ്ടികളുടെ മേൽ അവൻ ആധിപത്യവും അധികാരവും കൊടുത്തു. ദൈവം നമ്മെ സൃഷ്ടിച്ച പറുദീസായിലാണ്. അവിടെ അവൻ ആവശ്യമായ ഫലങ്ങളെല്ലാം ഉണ്ട്. ഒന്നും അധ്വാനിക്കാതെ ഭക്ഷിക്കാം. ദൈവം അവനോട് പറഞ്ഞ ഒരു കൽപ്പന, ഒരു നിയമം ഇത് മാത്രമാണ്: വൃക്ഷത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്, അത് നിന്നാൽ നീ മരിക്കും. ദൈവം ഇത് പറഞ്ഞെങ്കിലും തൊട്ടു പിറകെ വന്ന സാത്താൻ പറയുകയാണ്, അങ്ങനെയല്ല, ദൈവം നിന്നെ വഞ്ചിക്കാൻ പറഞ്ഞാണ്, സത്യം ഞാൻ പറയുന്നതാണ്, അത് നിന്നാൽ നീ ദൈവത്തെ പോലെ ആകും. അതുകൊണ്ട് ദൈവം അസൂയ നിമിത്തമാണ് അത് നിന്നോട് പറഞ്ഞത്. പാവം അവ്വായി ഓർത്ത് നേരായിരിക്കും. അവൻ്റെ പേര് കൗശലക്കാരനെന്നാണ്, നുണയനെന്നാണ്, നുണയുടെ പിതാവെന്നാണ്. കൗശലപൂർവമായ നുണയുടെ വശീകരണത്തിൽപ്പെട്ട് ഹവ്വ അമ്മ പാപം ചെയ്യാൻ തയ്യാറായി. ഹവ്വ പാപം ചെയ്യുകയും ആദത്തെ കൊണ്ട് ആ ഫലം ഭക്ഷിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച മനുഷ്യന് പിന്നെ പറുദീസായിൽ വസിച്ചുകൊണ്ട് അതിൽ നിൽക്കുന്ന ജീവൻ്റെ പക്ഷത്തിൽ നിന്നും കൂടെ പറിച്ച് തിന്നാൽ പിന്നെ അവൻ ഒരിക്കലും മരിക്കുകയില്ല. പാപം ചെയ്ത് വിശുദ്ധി നഷ്ടപ്പെട്ട് സാത്താനെ പോലെ ആയിത്തീർന്ന മനുഷ്യൻ ആ മരണമില്ലാത്ത ഫലം ഭക്ഷിച്ചാൽ പിന്നെ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ദൈവത്തിന് പിന്നെ അവനെ രക്ഷിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം ശ്രേഷ്ഠമായ ഒരു സംവിധാനം ചെയ്തു. മനുഷ്യനെ പറുദീസായിൽ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ചു. മാലാഖമാരെ കാവലിൽ നിർത്തി. പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചു. നമുക്കറിയാം, അതിലൂടെ ഒത്തിരി മുള്ളുകളും മുൾച്ചെടികളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതം മനുഷ്യൻ നയിക്കേണ്ടി വന്നത് അവൻ്റെ പാവനിമിത്തമാണ്. സ്നേഹമുള്ളവരെ, എന്നാൽ ഒരിക്കലും ദൈവം മനുഷ്യവർഗത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ലൂസിഫറിനെയും കൂട്ടുകാരെയും എന്നേക്കും നിത്യ അഗ്നിയിലേക്കും നരകത്തിലേക്കും തള്ളിവിടുകയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തേടി വരികയും അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ തീരുമാനമാവുകയും ചെയ്തു. മനുഷ്യൻ്റെ അജ്ഞതയും മനുഷ്യൻ്റെ ബലഹീനതകളും മനുഷ്യൻ്റെ കുറവുകളെയും തിരിച്ചറിയാവുന്ന ദൈവം അവൻ്റെ കുറവുകളെയെല്ലാം ഏറ്റെടുക്കുവാൻ സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് ദൈവം പരിഹാരം ചെയ്തുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തൻ്റെ ഏകജാതനെ അയച്ചതിൻ്റെ വലിയ സന്തോഷ സദ്വാർത്തിയല്ലേ ക്രിസ്മസ്.
മാലാഹമാർ പറഞ്ഞില്ലേ, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കൊരു അടയാളം. വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് വെളുത്തൊട്ടിക്കിടയെത്തിയിരിക്കുന്ന കുഞ്ഞിനെ അമ്മയോടൊപ്പം നിങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷത്തിന് എന്താണ് വലിയ സന്തോഷം? ഇതിനപ്പുറമായൊരു സന്തോഷമില്ല. പാപം ചെയ്ത് പാപത്തിൻ്റെ അടിമയായി മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കാൻ ജീവൻ്റെ അപ്പമായി പറുദീസായിൽ നാട്ടപ്പെട്ട ഭക്ഷിച്ചാൽ മരിക്കില്ലാത്ത അപ്പം, വൃക്ഷത്തിൻ്റെ ഫലമോ യേശുക്രിസ്തുവിലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെയും മരണത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ തയ്യാറായ ദൈവം, ആ വലിയ ആ രക്ഷയുടെ, ആ ദൈവിക രക്ഷയുടെ പദ്ധതിയുടെ എല്ലാം ഒരു അനുസ്മരണമാണ്. അവിടെ ക്രിസ്മസ് ദിവസം ഒരുങ്ങുമ്പോൾ നമുക്ക് നല്ല തീരുമാനമെടുക്കണം. ഈ രക്ഷ കാണാൻ വേണ്ടി എത്രയോ രാജാക്കന്മാരും പ്രവാചകന്മാരും പൂർവ്വതാക്കന്മാർ ആഗ്രഹിച്ചു. അവർക്കൊന്നും സാധിച്ചില്ല. എന്നാൽ ഇത് നിയമവും മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യമായിട്ട് യേശു ക്രിസ്തു വഴിയുണ്ടായി. ഈ കൃപയുടെ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയതിനോട് നമ്മൾ നന്ദി പറയാം. നമ്മുടെ ജീവിതം ആ യേശു ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരിക്കപ്പെട്ട ആ രാജാക്കന്മാരുടെ രാജാവായവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ജീവിതം സ്വയം ഏറ്റെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായ വൃക്ഷത്തിലൂടെ കടന്നു വന്ന പാപം വൃക്ഷം ചുമന്നുകൊണ്ട്, തടി ചുമന്നുകൊണ്ട്, കുരിശ് ചുമന്നുകൊണ്ട് കൽവരി മലയിൽ സ്വയം സമർപ്പിക്കപ്പെട്ട യാഗബലിയായി തീർന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയുടെ തുടക്കമാണ് ക്രിസ്മസ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നല്ലൊരു തീരുമാനമെടുത്ത് വിശുദ്ധമായ ജീവൻ നയിക്കുവാനും, ആ യേശുവിനെ കണ്ടുമുട്ടിയ പൂജാരാജാക്കന്മാർ അവർ നടന്ന വഴിയെ ഉപേക്ഷിച്ച് യേശു ദൈവം പറഞ്ഞു കൊടുത്ത പുതിയ വഴിയിലൂടെ ചരിക്കുവാൻ തയ്യാറായതുപോലെ നിങ്ങൾക്കുള്ള വിലപ്പെട്ടവയെല്ലാം ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഇന്ന് നമുക്ക് കാഴ്ചയായി സമർപ്പിക്കാം. കുന്തിരിക്കവും മീറയും സ്വർണവുമെല്ലാം രാജാക്കന്മാർ ക്രിസ്തുവിന് മുമ്പ് കാഴ്ചവെച്ചു. അവൻ കുമ്പിട്ട് ആരാധിച്ചു. ഇന്ന് നമുക്ക് കാഴ്ചവെക്കാനുള്ളത് നമ്മുടെ ബലഹീനതകളും കുറവുകളും പാവങ്ങളും അശുദ്ധിയും എല്ലാമാണ്. ഇന്ന് നമുക്ക് അവൻ്റെ തൃപ്പാദത്തിലേക്ക് ഇവയെല്ലാം കാഴ്ചവെക്കാം. എന്നിട്ട് ഈ ക്രിസ്മസിന് നമ്മൾ നല്ല തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുന്നുവോ അതുപോലെ ജീവിക്കാൻ തീരുമാനിക്കാം. പൂജ രാജാക്കന്മാർ വന്ന വഴി ഉപേക്ഷിച്ച് ദൈവം പറഞ്ഞ പുതിയ വഴിയിലൂടെ പോയി. ജീവിതത്തിൽ പൂർണ്ണമായി നമുക്കും തീരുമാനമെടുത്തുകൊണ്ട് ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും മൊബൈലിൻ്റെയും ടി വിയുടെയും എല്ലാം പിറകെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതത്തെ ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയിലും വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള കൃപ ഉണ്ണീശോ നമുക്ക് നൽകട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ.